ഞാൻ ചിന്തിക്കുന്നത് മന്ത്രിസഭാ യോഗത്തിന് ശേഷം ശ്രീ വി ഡി സതീശൻ നടത്തിയ വാർത്താ സമ്മേളനത്തിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാഹചര്യങ്ങൾ അതീവ ഗൗരവതരമായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ, അദ്ദേഹം ഒരു കളവ് പറഞ്ഞുകൊണ്ട് ഒരു മയക്കുമരുന്ന് കേസിലെ പ്രതിയായിട്ടുള്ള ഒരു വ്യക്തിയുമായിട്ടുള്ള അതിനു മുമ്പുള്ള കാര്യങ്ങളെ മറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. എന്തിനാണത് മറയ്ക്കുന്നത്? അപ്പോൾ ഈ വിഷയത്തിൽ പ്രതിപക്ഷം ഉൾപ്പെടെ സ്വീകരിച്ചൊരു സമീപനമുണ്ട്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ആ കാര്യം പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹം പറയുന്നുണ്ട്, ഞാനുമായിട്ടോ മുഖ്യമന്ത്രിയുമായിട്ടോ ആരുമായിട്ട് ബന്ധമുണ്ടെങ്കിലും നടപടിയെടുക്കും. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ 2020 ഫോട്ടോസ് തന്നെ പുറത്തു വന്നിട്ടുണ്ട്. 2021 ഉണ്ട്, 20 അവിടെയാണ് മുഖ്യമന്ത്രി പറയുന്നത് 2023 ഇന്നൊരു സംഭവവുമായി ബന്ധപ്പെട്ടിട്ടാണ് ആദ്യമായിട്ട് കാണുന്നത്. എന്തിനാണ് ഈ കളവ് പറയുന്നത്? ഇപ്പോൾ ഒരു കാര്യം കൂടെ മാം, ഈ CM പറഞ്ഞത് അദ്ദേഹത്തിന് പരിക്ക് പറ്റി, ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് പരിക്ക് പറ്റി, ആ സമയത്താണ് പോയി കണ്ടത് എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹത്തിന് പരിക്ക് പറ്റിയതായിട്ടുള്ള ഒരു വീഡിയോയോ ഫോട്ടോസോ ഒന്നും പുറത്തു വന്നിട്ടില്ല. ശ്രീ വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നിരന്തരമായിട്ട് നുണകൾ മാത്രമാണ് പറയുന്നത്. പക്ഷേ ഈ വിഷയത്തിൽ അദ്ദേഹം സാധാരണ പറയുന്ന നുണകൾ പോലെയല്ല സ്ഥിതി. ഇത് സംസ്ഥാനത്തെ ബാധിക്കുന്ന മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട്, മയക്കുമരുന്ന് സംഘങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ വലിയ ശൃംഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു വിഷയമാണ്. ഈ വിഷയത്തിലാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇത്ര വലിയ കള്ളങ്ങൾ പറയുന്നത്. ഇപ്പോൾ പരിക്കേറ്റിട്ടില്ല എന്നുള്ളത് മാധ്യമങ്ങൾ തന്നെ പറയുന്നു. അതിനു മുൻപുള്ള ചിത്രങ്ങൾ ഉടനെ തന്നെ വിതിൻ സെക്കൻഡ്സ് വാർത്താ സമ്മേളനം കഴിഞ്ഞപ്പോൾ തന്നെ മാധ്യമങ്ങളിൽ വരികയാണ്, സമൂഹ മാധ്യമങ്ങളിൽ വരികയാണ്. അപ്പോൾ ചോദ്യം, എന്തിനാണ് ഒരു വലിയ നുണ പറഞ്ഞുകൊണ്ട് മുൻപുള്ള പരിചയത്തെയും അടുപ്പത്തെയും മറയ്ക്കാനായിട്ട് ശ്രമിക്കുന്നത്? അപ്പോൾ അതിൻ്റെ അർത്ഥം ഏതൊക്കെയോ കാര്യങ്ങൾ ശ്രീ വി ഡി സതീശൻ മറയ്ക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഇനി മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളും OJ ജനീഷ് പറഞ്ഞ കാര്യങ്ങളും കൂടി നമുക്കൊന്ന് ചേർത്ത് വെക്കാം. വി ഡി സതീശൻ പറഞ്ഞ കാര്യങ്ങളും OJ ജനീഷ് പറഞ്ഞ കാര്യങ്ങളും കൂടി നമുക്കൊന്ന് ചേർത്ത് വെക്കാം. എന്താണ് OJ ജനീഷ് ആദ്യം പറഞ്ഞത്? 7 ലക്ഷം പേര് ഉണ്ട് സംഘടനയിൽ. ആദ്യം അറിയില്ല എന്നുള്ളത് പറഞ്ഞു. ആദ്യം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനല്ല എന്ന് പറഞ്ഞു. ഇനി എങ്ങനെ പിന്നെ പിറ്റേ ദിവസം തിരുത്തി പറഞ്ഞു, യൂണിറ്റിന്റെ ചുമതല വഹിക്കുന്ന ആളാണ്, പുറത്താക്കി എന്ന് പറയുന്നുണ്ട്. ജില്ലാ നേതൃത്വത്തിൽപ്പെട്ട ഒരാളല്ല, സംസ്ഥാന നേതൃത്വത്തിന് നേരിട്ടറിവുള്ള ഒരാളല്ല എന്നുള്ളതാണല്ലോ ജനീഷിന്റെ വാക്കുകളിലൂടെ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് മുഖ്യമന്ത്രിയുടെ വസതിക്കുള്ളിൽ വളരെ സ്വാതന്ത്ര്യത്തോടെ ജന്മദിന കേക്ക് മുറിക്കുന്നതിനും അല്ലാതെയും, ഇപ്പോൾ എല്ലാ പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം സംഭവിക്കാം, എന്താണ്, നമ്മൾ നടന്നു പോകുമ്പോൾ അല്ലെ നമ്മളെ കാണാൻ വരുന്ന ഒരാൾ ഞാനൊരു സെൽഫി എടുത്തോട്ടെ എന്ന് ചോദിക്കും. സെൽഫി എടുക്കണ്ട എന്ന് ഒരാളും പറയില്ല, അല്ലെങ്കിൽ അത് എടുക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളിലൊക്കെ സെൽഫി എടുക്കും. പക്ഷെ ഇവിടെ അങ്ങനെ അല്ലല്ലോ. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അതിൻ്റെ വീഡിയോ ഉണ്ട്, നിരന്തരമായിട്ട് കാണുന്നു. അതിൽ ഒഫീഷ്യൽ അല്ലാത്ത വീട്ടിനുള്ളിലെ ഉള്ള ഒരു ഡ്രസ്സിൽ വേഷവിധാനങ്ങളിൽ ഉള്ളപ്പോൾ കാണുന്നു. അതായത് അത്രയ്ക്കും സ്വാതന്ത്ര്യമുണ്ട് വി ഡി സതീശൻ എന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ് നേതാവിനെ നേരിട്ട് കാണുന്നതിന്. തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ജില്ലാ നേതൃത്വത്തിലോ സംസ്ഥാന നേതൃത്വത്തിലുള്ള ഒരു വ്യക്തി അല്ല, സംസ്ഥാന നേതൃത്വത്തിന് ഇങ്ങനെ ഒരാളെ നേരിട്ട് അറിയില്ല എന്നുള്ളത് പറയുന്നു. പക്ഷേ ഈ വ്യക്തിക്ക് വി ഡി സതീശൻ്റെ വീട്ടിലും ഔദ്യോഗിക വസതിയിലും ഒക്കെ തന്നെ വലിയ സ്വാതന്ത്ര്യങ്ങളുണ്ട്. അത്തരത്തിൽ അടുത്ത് ഇടപഴകുന്നു. അവിടെയാണ് ഈ വാർത്താ സമ്മേളനത്തിന് ശേഷം ഉള്ള വലിയ ചോദ്യം വരുന്നത്. എന്തിന് ഇത്ര വലിയ നുണകൾ പറഞ്ഞുകൊണ്ട് ഇത് മറച്ചു വെക്കുന്നു? എന്താണ് അതിലൂടെ മറയ്ക്കാനുള്ളത്? അത് പറയണം കേരളത്തോട്. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം വി ഡി സതീശൻ പറയണം. ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് കരിങ്കൊടി കാണിച്ചതിന്റെ പേരിൽ ഒരു ലാത്തിചാർജ് നടക്കുന്നു, അതിൽ പരിക്കേൽക്കുന്നു. കോൺഗ്രസ് നേതൃത്വവും യൂത്ത് കോൺഗ്രസ് നേതൃത്വവും ഒക്കെ ഈ പരിക്കേറ്റ ആളെപ്പറ്റി പറയുന്നു. വി ഡി സതീശൻ അങ്ങനെയാണ് ഇയാളെ അറിയുന്നത്. അങ്ങനെ ഒരിക്കൽ വീടിൻ്റെ സമീപത്തേക്ക് ചെന്നപ്പോൾ നേതാക്കന്മാരൊക്കെ നിർബന്ധിച്ചു, അങ്ങനെ താൻ പോയി കണ്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ അതിന് മുമ്പ് മുഖ്യമന്ത്രി വി ഡി സതീശന് ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ് നേതാവുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളത് അദ്ദേഹം മനഃപൂർവ്വം മറച്ചു വെക്കുകയല്ലേ? മറച്ചു വെച്ചല്ലോ. ഈ ചിത്രങ്ങൾ അതിനുള്ള തെളിവല്ലേ? ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ തന്നെ വന്നിരിക്കുന്ന ചിത്രങ്ങൾ, പോസ്റ്റുകൾ, ഈ പറഞ്ഞ മയക്കുമരുന്ന് കേസിലെ പ്രതി തന്നെ പോസ്റ്റ് ചെയ്തിട്ടുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ പങ്കുവച്ചിട്ടുള്ള ചിത്രങ്ങൾ അതല്ലേ വ്യക്തമാകുന്നു. വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ചിത്രങ്ങൾ, അതായത് ഒരു വളരെ അടുപ്പമുള്ള വ്യക്തികൾ തമ്മിലുള്ള ഒന്നിച്ചെടുക്കുന്ന ചിത്രങ്ങൾ പോലെയുള്ള ചിത്രങ്ങളാണല്ലോ അതിനു മുൻപുള്ളതും പുറത്തു വന്നിരിക്കുന്നത്. അവിടെയാണ് എന്തിനാണ് അത് മറച്ചു വെച്ചത്? എന്തിനാണത് കള്ളം
അതിന് പറഞ്ഞത് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് വാർത്താ സമ്മേളനത്തിന് ശേഷമുള്ളൊരു സാഹചര്യം കുറച്ചുകൂടി ഗൗരവതരമായി ഈ വിഷയങ്ങൾ എന്നുള്ളതാണ്. അത് കേരളത്തെ സംബന്ധിച്ച ഇത്ര വലിയ ഒരു വിഷയത്തിൽ അത് ഗൗരവതരമായിട്ടുള്ള ഒരു പുതിയ തലത്തിലേക്ക് ഈ നുണകൾ ഇത്തരത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് കാരണം കൂടുതൽ സംശയങ്ങളാണ് ഉണ്ടാകുന്നത്, കൂടുതൽ ചോദ്യങ്ങളാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ തന്നെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടത് ആവശ്യമല്ല. ഇന്ന് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഈ പരിചയപ്പെട്ട കാര്യവുമൊക്കെയാണ്. അതിനു മുമ്പ് ഒരുമിച്ച് നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്ന സ്ഥിതിക്ക് അത് എവിടെ വെച്ചാണ് എങ്ങനെ പരിചയപ്പെട്ടു എന്നുള്ളത് മുഖ്യമന്ത്രി തന്നെ വിശദീകരിക്കേണ്ടതല്ലേ? അങ്ങനെ നമ്മൾ കേരളം പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? ഇതുവരെയുള്ള എല്ലാ വിഷയങ്ങളിലും ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രത്യേക വിമാനത്തിൽ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ അദ്ദേഹം മംഗലാപുരത്ത് പോയത് എന്തിന്? വ്യക്തത വരുത്തിയിട്ടുണ്ടോ? ഞാൻ 1-2 വിഷയങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് ഹെലികോപ്റ്ററിൽ പോയി കണ്ട ആ നിക്ഷേപകനാര്? വ്യക്തത വരുത്തിയിട്ടുണ്ടോ? ഇതിൽ വ്യക്തത വരുത്തുമോ? പക്ഷേ ഈ വിഷയം വളരെ 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 ഗൗരവതരമായിട്ടുള്ള വിഷയമാണ്. സംസ്ഥാനത്തെ യുവതലമുറയെ ഒക്കെ തന്നെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ എന്തിന് ഇത്തരത്തിൽ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് അത് മറച്ചു വെക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് ആയാലും DYFI ആയാലും ഇത്തരം ലഹരി കേസുകളിൽ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആരാണെന്ന് നോക്കില്ല, പിടിച്ചകത്തിടും എന്നാണ് പറഞ്ഞത്. രമേശ് ചെന്നിത്തലയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ആ ഒരു പ്രതികരണം അത്രമാത്രം മതിയോ? അല്ല, അതിൽ നമുക്ക് കേരളം പൊതുവിൽ ഇപ്പോൾ നമുക്ക് ആ ഒരു പ്രസ്താവന നല്ലൊരു കാര്യമാണ്. ആരാണെങ്കിലും അതിൽ നടപടിയെടുക്കുമെന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. അതിൽ ശക്തമായ നടപടികൾ സ്വീകരിക്കട്ടെ എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെയുള്ള ചില വാർത്തകൾ, ആ വാർത്തകൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും മാറ്റപ്പെടുന്നു. മെറ്റ അത് നീക്കി എന്നുള്ളതാണ് സർക്കാർ പറയുന്നത്. സർക്കാരിന് ഇക്കാര്യത്തിൽ ഒരു റോളുമില്ല എന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ തന്നെ പറയും. ഇപ്പോൾ റിപ്പോർട്ടർ ടിവിയുടെ തന്നെ ഒട്ടനവധി വാർത്തകളാണ് അങ്ങനെ ഈ മെറ്റ FBയിൽ നിന്നും മാറ്റിക്കളഞ്ഞിരിക്കുന്നത്. പക്ഷേ മുഖ്യമന്ത്രി ഒന്നും അറിയാത്ത രീതിയിലാണ് മറുപടി നൽകുന്നത്. അറിയില്ല എന്നാണ് പറയുന്നത്. താൻ വിചാരിച്ചാൽ, ഒരു മുഖ്യമന്ത്രി വിചാരിച്ചാൽ മെറ്റ കേൾക്കുമോ എന്നൊക്കെ പരിഹാസ രൂപേണയാണ് ചോദിക്കുന്നത്. ഇതിൽ നമുക്ക് പരിചിതമല്ലാത്ത സമീപനങ്ങളും രീതികളും കേരളത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ മാധ്യമങ്ങൾ നമ്മൾ വലിയ രീതിയിൽ സംസാരിക്കുന്നതാണ്. ഫ്രീഡം ഓഫ് പ്രസ് എന്നെ സംബന്ധിച്ചിടത്തോളം മാധ്യമങ്ങൾ, ഇപ്പം ഇന്ത്യയുടെ ഭരണഘടന ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് മാധ്യമങ്ങൾക്ക്. അത് വ്യക്തിക്കും മാധ്യമങ്ങൾക്കും ഒരേപോലെ തന്നെയാണ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്നുള്ളത്. അപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യം മാധ്യമങ്ങൾക്ക് ഉണ്ട്. ഇവിടെ നമ്മൾ കണ്ടത് എന്താണ്? മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള വിമർശനങ്ങൾ ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ പ്രസ്താവനകളുള്ള കാർഡുകൾ മാത്രം നീക്കം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. മെറ്റ നീക്കം ചെയ്യുന്നു എന്നുള്ളതാണ്. ഏതൊക്കെ വിഷയങ്ങളിലാണ്? ഇപ്പോൾ ഈ തൂഫാനുമായി ബന്ധപ്പെട്ട് മയക്കുമരുന്ന് കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. 2, കടൽക്ഷോഭത്തെ തുടർന്ന് പ്രിയപ്പെട്ടവർ കടലിൽ പോയി കാണാതായവർക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഊർജിതമല്ല എന്ന് കുടുംബാംഗങ്ങൾ പറഞ്ഞ് സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കുമ്പോൾ ആ വിഷയം അത് വളരെ രൂക്ഷമായിട്ടുള്ള ഭാഷയിലാണ് ആ പെൺകുട്ടി വിമർശിച്ചിട്ടുള്ളത്. അതെ, അവരുടെ മനോവിഷമം ആ സാഹചര്യങ്ങളിൽ അകപ്പെടുമ്പോഴാണല്ലോ അവർക്ക് അതിലെ ഒരു തീവ്രത, അതിൽ അവർ ആ വിഷമത്തിൽ പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് ഏത് സർക്കാരിനെതിരെയും ഞങ്ങൾ പറയും എന്നുള്ളത് അവർ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഈ സർക്കാരിനെതിരെ അവർ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഈ 2 വിഷയങ്ങളിലാണ് പ്രധാനപ്പെട്ടത്. അതിൽ മാധ്യമങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ മാറ്റിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഓൺലൈൻ മീഡിയയുടേത് മാറ്റിയിരിക്കുന്നു. ഇനി രാഷ്ട്രീയ വിശകലനം നടത്തുന്ന വ്യക്തികളുടെ പോലും മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഒരു തരത്തിലുള്ള മാധ്യമ അടിയന്തരാവസ്ഥ എന്നാൽ ഈ തരത്തിലുള്ള വാർത്ത കൊടുക്കണ്ട എന്നുള്ളത്. അതിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, അതായത് മാധ്യമങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ കൊടുത്തോളൂ, പിന്തുണയ്ക്കാം എന്നുള്ളതല്ല പറയേണ്ടത്. കാരണം മെറ്റയോട് ഇത്തരത്തിൽ ഇപ്പോൾ ഒരു വശത്ത് മുഖ്യമന്ത്രി ഇത് പറയുമ്പോൾ സംസ്ഥാന മന്ത്രിസഭയിലെ മറ്റൊരു മന്ത്രി പറയുകയാണ്, തോന്നിയാസം കാണിച്ചാൽ മെറ്റ ഇനി നീക്കം ചെയ്യുന്നു. ആരോഗ്യവകുപ്പ് മന്ത്രിയാണ് കെ മുരളീധരനാണ് അത്തരം ഒരു പ്രസ്ഥാനം നടത്തിയത്. അപ്പോൾ അത് വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇനി നീക്കം ചെയ്യും. മുഖ്യമന്ത്രി പറയുന്നു ഞാനല്ല, നിങ്ങൾ പരാതി കൊടുത്തോളൂ, ഞാൻ പിന്തുണയ്ക്കാം. ഇപ്പുറത്ത് വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത്. ഇന്നാണ് മന്ത്രിസഭാ യോഗത്തിന് ശേഷമാണ് മുഖ്യമന്ത്രി പറയുന്നത്. കെ മുരളീധരൻ അതിനു മുൻപ് തന്നെ വെല്ലുവിളിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കാരണം മാധ്യമ സ്വാതന്ത്ര്യം എന്നത് കേരളത്തിന് പ്രത്യേകമായൊരു ചരിത്രമുണ്ട്. ഇപ്പോൾ അടിയന്തരാവസ്ഥയുടെ കാലത്തും മാധ്യമ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു സമൂഹം നടത്തിയിട്ടുള്ളൊരു ചെറുത്തുനിൽപ്പും അതിൻ്റെ തുടർന്നുണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളും കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അത് ഏറെ പ്രത്യേകതയുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ
ഇത്തരത്തിലുള്ളൊരു സാഹചര്യം ഇതൊരു എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് അങ്ങനെ പറയേണ്ടി വന്നത്, വി ഡി സതീശൻ അങ്ങനെ പറയേണ്ടി വന്ന സാഹചര്യം എന്താണ്? ഇത് വ്യാപകമായിട്ട് ചർച്ചയാവുന്നു. ഒരു പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുമ്പോൾ ഒരു 10,000-കണക്കിന് ആളുകൾ അതേ കാർഡ് എടുത്ത് പോസ്റ്റ് ചെയ്യുകയാണ്. ഒരിടത്ത് വാർത്ത നിശബ്ദമാക്കാൻ ശ്രമിച്ചാൽ 10,000 പേർ ആ വാർത്തയ്ക്ക് വേണ്ടി ശബ്ദിക്കും എന്നുള്ള സ്ഥിതി കേരളത്തിൽ ഏതാണ്ട് മണിക്കൂറുകൾ കൊണ്ട് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ മെറ്റയോട് മുഖ്യമന്ത്രിക്ക് എഴുതാം. അതായത് ഇത് വളരെ ഫ്രീഡം ഓഫ് പ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ഒരു ചോദ്യമുനയിലോ സംശയമുനയിലോ നിൽക്കുന്നൊരു സാഹചര്യമാണ്. അതുകൊണ്ട് ഇതാര് പറഞ്ഞിട്ടാണ് നീക്കം ചെയ്തതെന്ന് മെറ്റ പറയണം. എന്നിട്ട് ആ മെറ്റയുടെ ഉത്തരം പ്രസിദ്ധീകരിക്കാമോ? അതല്ലേ വേണ്ടത്. നിങ്ങൾ പരാതി കൊടുത്തോളൂ, ഞങ്ങൾ പിന്തുണയ്ക്കാം, ഞാൻ കത്തെഴുതാം. അല്ല, അതാവട്ടെ, ഇത് ആര് പറഞ്ഞിട്ടാണ് മെറ്റ ഇത് നീക്കം ചെയ്തത്? അതായത് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇക്കാര്യത്തിൽ കൈയൊഴിയുകയാണെങ്കിൽ, സർക്കാരും കൈയൊഴിയുകയാണെങ്കിൽ മെറ്റയോട് തന്നെ തിരിച്ച് ചോദ്യം ചോദിക്കേണ്ട, ആര് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഇക്കാര്യം ചെയ്തതെന്ന്. കാരണം ഇപ്പോൾ വ്യക്തികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ അക്കാര്യങ്ങൾ പുറത്തു പറയുന്നതിന് അവർക്ക് അവരുടേതായ പോളിസികൾ ഉണ്ടാവും. അപ്പോൾ എന്താണ് ഇതിൽ അഫക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികൾ ആരൊക്കെയാണ്? അപ്പോൾ അതിൽ മുഖ്യമന്ത്രി ഡെഫിനറ്റ്ലി ഉണ്ടല്ലോ, അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പോസ്റ്റുകളാണല്ലോ നീക്കം ചെയ്തിരിക്കുന്നത്. അപ്പം ഒരു അഫക്റ്റഡ് പേഴ്സൺ എന്നുള്ള നിലയിലും സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിലും തീർച്ചയായിട്ടും സർക്കാർ അറിഞ്ഞിട്ടില്ലെങ്കിൽ ചോദിക്കണം, ആരാണ് ഇത് തടഞ്ഞത്? അതിന്റെ വിവരങ്ങൾ തരണം. കാരണം എന്താണ്, ഫ്രീഡം ഓഫ് പ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഒരു വലിയ രീതിയിൽ ഒരു മാധ്യമ അടിയന്തരാവസ്ഥ, വാർത്തകൾക്ക് വിലക്കേർപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിൽ സർക്കാർ ഒരു സംശയമുനയിൽ നിൽക്കുമ്പോൾ അതിൽ വ്യക്തത വരുത്തേണ്ടത് സർക്കാരിന്റെ ആവശ്യമാണ് എന്നുള്ളതുകൊണ്ട് അതാരാണ് എന്നുള്ളതിൽ വ്യക്തത വരുത്തണം എന്ന് അവരോട് ചോദിക്കുകയും അവരുടെ മറുപടി പ്രസിദ്ധീകരിക്കുകയും വേണം. ആരാണ് അങ്ങനെ ചെയ്തിട്ടുണ്ട്? അതിപ്പോൾ ഫ്രീഡം ഓഫ് പ്രസ്സിനെതിരെയുള്ള ഒരു കടന്നാക്രമണമല്ലേ, അതിൽ നടപടികൾ ഉണ്ടാവണം. ആ ഒരു കടന്നുകയറ്റത്തിനെതിരെയുള്ള ആ രീതിയിൽ ആരാണ് എന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് അതിൽ ഇപ്പോൾ നിലനിൽക്കുന്ന നിയമങ്ങളോ മാനദണ്ഡങ്ങളോ ഒക്കെ അനുസരിച്ചിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. മുഖ്യമന്ത്രി വി ഡി സതീശൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ മറ്റൊരു കാര്യം, തന്നെ അനുകൂലിച്ചുകൊണ്ടുള്ള ചില പോസ്റ്റുകൾ, അതായത് ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ ചില പ്രവൃത്തികളിൽ സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും അഭിനന്ദിച്ചുകൊണ്ടുള്ള ചില കാര്യങ്ങൾ, അത്തരം കണ്ടന്റുകളും മെറ്റ നീക്കം ചെയ്തിട്ടുണ്ട്. അപ്പോൾ താനല്ലല്ലോ അതിന്റെ പുറകിൽ എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ചോദിക്കണം. അതും കൂടി ഉണ്ട് എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ ഇതാരാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളതെന്ന് ചോദിച്ചറിയുകയും അത് പ്രസിദ്ധീകരിക്കുകയും വേണം. അത് കാരണം അങ്ങനെ പ്രസിദ്ധീകരിക്കുമ്പോഴാണല്ലോ ഇതിങ്ങനെയാണ് എന്നുള്ളത് വരിക. എത്ര വിഷ്വൽ മീഡിയയുടെ, അതുപോലെ ഓൺലൈൻ മീഡിയയുടേത്, മറ്റാളുകളുടെ, വ്യക്തികളുടെ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ആ നിലയിലുള്ള അതാണ് ചെയ്യേണ്ടത്. മാം, ഒരു ചോദ്യം കൂടി. ഇപ്പോൾ വി ഡി സതീശൻ മുഖ്യമന്ത്രി അദ്ദേഹം പറയുന്നത് തനിക്കൊരു സോഷ്യൽ മീഡിയ വിങ്ങൊന്നുമില്ല, തന്നെ ഇഷ്ടപ്പെടുന്നവർ അല്ലെങ്കിൽ അനുകൂലിക്കുന്നവരൊക്കെ പല പേരുകളിൽ പേജുകൾ ക്രിയേറ്റ് ചെയ്യുന്നു, അതിൽ കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുന്നു. അത് വിശ്വസിക്കുന്നുണ്ടോ? അരിയാഹാരം കഴിക്കുന്നവരൊന്നും ഈ പറഞ്ഞൊന്നും ഒരു കാര്യങ്ങളും വിശ്വസിക്കുന്നതല്ല. ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞ കാര്യങ്ങളൊന്നും വിശ്വാസയോഗ്യമല്ല. പക്ഷേ ഇതിലിത്രയും നമ്മൾ പറഞ്ഞ ഒരു കാര്യം എന്തുകൊണ്ടാണ്, ഇതൊരു വലിയ ഗൗരവതരമായിട്ടുള്ളൊരു വിഷയത്തിൽ എന്തുകൊണ്ട് ഇത്തരത്തിൽ കള്ളങ്ങൾ പറഞ്ഞ് വീണ്ടും അതിനെ മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത്രയും പറഞ്ഞതാണ്. മറ്റു കാര്യങ്ങൾ നമുക്കറിയാം, ഒന്നും വിശ്വാസയോഗ്യമായിട്ടുള്ള കാര്യങ്ങളല്ല.